പ്രിയമുള്ളവരെ നമസ്കാരം. വ്യത്യസ്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയെക്കുറിച്ചുള്ള പഠനത്തിലാണ് നാം. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്ട്രാറ്റജിയെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ലോകത്തുള്ള മികച്ച ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും മികച്ച രീതിയിൽ, നല്ല രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. അത് ബൈ ആൻഡ് ഹോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്നുള്ളതാണ്. ഇത് തന്നെയാണ് വാരൻ ബഫെ പോലെയുള്ള ആളുകൾ, അതല്ലെങ്കിൽ ചാർലി മോഗൻ പോലെയുള്ള വ്യക്തികൾ, ലോക പ്രശസ്ത ഇൻവെസ്റ്റേഴ്സുകളെല്ലാം ഫോളോ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ബൈ ആൻഡ് ഹോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പ്രിയമുള്ളവരെ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമ്പാദ്യവും ഇൻവെസ്റ്റ്മെൻറ്റും വ്യത്യസ്ത നിക്ഷേപ മാർഗങ്ങളുമാണ് ഞാൻ ഈ ചാനലിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എന്താണ് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളിൽ ഏറ്റവും മികച്ച കമ്പനികൾ നോക്കി നല്ല നിക്ഷേപങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ കമ്പനികൾ നിക്ഷേപം നടത്തുകയും അങ്ങനെ അതൊരു 10 വർഷമോ 20 വർഷമോ 30 വർഷമോ ഹോൾഡ് ചെയ്ത് ലോങ് ടൈമിൽ വലിയൊരു ഗ്രോത്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലോങ് ടൈമിൽ മികച്ച ലാഭം നേടാൻ സാധിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇൻഫോസിസിലും അതുപോലെ തന്നെ ടാറ്റ കൺസൾട്ടൻസിയിലും അതുപോലെ തന്നെ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഗോൾഡിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ഇന്ന് വലിയ സാമ്പത്തിക ഭദ്രതയുള്ള വലിയ അസറ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വലിയ ഇൻവെസ്റ്റേഴ്സായി മാറിയതായിട്ടുള്ള കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം ഈ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജിയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. ഇനി എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ബൈ ആൻഡ് സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ലോങ് ടൈമിൽ കുറേ വർഷങ്ങളും 20-30 വർഷം ഹോൾഡ് ചെയ്ത് വെൽത്ത് ജനറേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേണാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസുകളും അതുപോലെ തന്നെ മാർക്കറ്റിലെ മറ്റു വേരിയേഷൻസുകളും ഷോർട്ട് ടൈമായിട്ടുള്ള ചില ഇഷ്യൂസുകളൊന്നും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കാറില്ല എന്നുള്ളതാണ് ഈ ബൈ ആൻഡ് ഹോൾഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഷോർട്ട് ടൈമായിട്ടുള്ള ചില നോയ്സുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഈ ബൈ ആൻഡ് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഉള്ള ആളുകൾ സിംപ്ലി ഇഗ്നോർ ചെയ്യുമെന്നുള്ളതാണ്. അവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ലോങ് ടൈമിലാണ്. സാധാരണ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ 5%, 10%, 20% ഒക്കെ ലാഭം കിട്ടുമ്പോൾ ആളുകൾ കൊടുക്കുകയും വീണ്ടും പുതിയ കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. എന്നാൽ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി ഉള്ള ആളുകളുടെയൊക്കെ ഒരു മിനിമം ടാർഗറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു 200, 300, 500% ഒക്കെ ലാഭം ഒരു കമ്പനിയിൽ നിന്നും ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ലോങ് ടൈമിൽ ഇതിനെ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റു മാർക്കറ്റിലെ കാര്യങ്ങളൊന്നും ഇവർ ബാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് മാർക്കറ്റിലെ മറ്റു വിഷയങ്ങളൊന്നും ഒരു സ്ട്രെസ്സും നൽകാറില്ല എന്നുള്ളത് തന്നെയാണ്. എന്താണ് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ? ഇതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കോമ്പൗണ്ടിങ് ബെനിഫിറ്റാണ്. സ്വാഭാവികമായിട്ടും ഒരു സ്റ്റോക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത്, ഒരു കമ്പനിയുടെ ഒരു ഷെയർ റിലീസ് ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത്, ഒരു ഷെയറിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് പറയുന്നത് വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും. ലൈക്ക് ഒരു 100 രൂപയോ 200 രൂപയോ ഒക്കെ ആയിരിക്കും ഒരു ഷെയറിന് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. എന്നാൽ സ്വാഭാവികമായിട്ടും അത് ഒരു ഇത്രയും വർഷങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് സ്വാഭാവികമായിട്ടും അത് ആ സെയിം 200 രൂപയുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് 2000-ലേക്കൊക്കെ എത്തുമ്പോൾ ഒറ്റ സ്റ്റോക്കിൽ തന്നെ 100% അല്ല 1000% ഗ്രോത്ത് കിട്ടുന്ന രീതിയിലേക്ക് അത് മാറുകയാണെന്നുള്ളത്. അപ്പോൾ കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് ഇവർക്ക് ഭയങ്കരമായിട്ട് ലഭിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ അത് സ്റ്റോക്ക് മാർക്കറ്റിലായിക്കോട്ടെ, ഇനിയിപ്പോൾ അതല്ല മ്യൂച്വൽ ഫണ്ടിലായിക്കോട്ടെ, ഇനി അതല്ല ഏത് മേഖലയിലായിക്കോട്ടെ, കോമ്പൗണ്ടിങ് ബെനിഫിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. രണ്ടാമതൊരു ഗുണം എന്ന് പറയുന്നത് ലെസ് സ്ട്രെസ് ആയിരിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ചില യുദ്ധങ്ങൾ, ചില കൊറോണ പോലെയുള്ള പല കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും വരുമ്പോൾ പോലും മാർക്കറ്റിലെ കയറ്റിറച്ചിലുകൾക്കെല്ലാം മാർക്കറ്റ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇവരെ ബാധിക്കില്ല. അവർക്ക് ലെസ് സ്ട്രെസ് ആയിരിക്കും എന്നുള്ളത്. കാരണം അവരുടെ ഒരു പർപ്പസ് തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ ചെറിയ കാര്യങ്ങളൊന്നും അവർക്കതൊരു നെഗറ്റീവ് അല്ല, മറിച്ച് അത്തരം സാഹചര്യങ്ങൾ അവർ കൂടുതൽ വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ബൈ ആൻഡ് ഹോൾഡ്
സ്ട്രാറ്റജിയിലുള്ള ആളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ആണെന്നുള്ളതാണ്. ഈ പറയുന്ന ആളുകൾ പിന്നെ സ്ഥിരമായിട്ട് മാർക്കറ്റിൽ വന്ന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നില്ല, മറിച്ച് അവർ മാർക്കറ്റിൽ വില കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നല്ല സ്റ്റോക്കുകൾ നോക്കി നല്ല കമ്പനികളെ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുകയും എന്നിട്ട് വർഷങ്ങളോളം അത് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോഴുള്ള പെർസെൻറ്റേജുകളും കമ്മീഷനുകളും മറ്റ് ബ്രോക്കേഴ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ലോ കോസ്റ്റ് ആണ് ഇതിൽ വരുന്നു എന്നുള്ളതാണ്. ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എപ്പോഴും നല്ലൊരു റിട്ടേൺ ആണ് എപ്പോഴും കൊടുക്കാറ് മാർക്കറ്റ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിഫ്റ്റിയുടെ ഒരു ഗ്രോത്ത് ഒരു 15% വരുന്നൊരു ഗ്രോത്ത്. എന്നാൽ പല സ്റ്റോക്കുകളും ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്ത ആളുകൾക്കൊക്കെ നല്ല പെർസെൻറ്റേജ് ആവറേജ് ഇയർലി കൊടുത്തിട്ടുണ്ട്. ഒരു 20%, 30% വരെയൊക്കെ റിട്ടേൺ ഇയർലി ആവറേജ് കൊടുത്തിട്ടുണ്ടെന്നുള്ള. അപ്പോൾ ഒരു ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര ബെനിഫിറ്റ് ആണെന്നുള്ളതാണ്. പക്ഷേ എന്നാൽ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അതിന് പറ്റിയ കമ്പനികളെ സെലക്ട് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എവിടെയെല്ലാം ഈ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി നിങ്ങൾക്ക് കൊണ്ടുവരാം? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇക്വിറ്റി മാർക്കറ്റിൽ കൊണ്ടുവരാം, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുവരാം, നിങ്ങൾക്ക് ഇത് ഗോൾഡിൽ കൊണ്ടുവരാം, നിങ്ങൾക്കിത് സിൽവറിൽ കൊണ്ടുവരാം, അതുപോലെ തന്നെ നിങ്ങൾക്കിത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുവരാം. അപ്പോൾ എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളുണ്ടോ അവിടെയെല്ലാം ഈ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി നിങ്ങൾക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഏതൊക്കെ തരത്തിലുള്ള ആളുകൾക്ക് ഈ ബൈ ആൻഡ് സ്ട്രാറ്റജി ഗുണകരമാണ് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ബിസി ആയിട്ടുള്ള ആളുകൾ, നമ്മളെല്ലാവരും തിരക്കുള്ള കാലഘട്ടത്തിലാണ്. നമുക്ക് ഓരോ കമ്പനിയെക്കുറിച്ച് പഠിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും അത് നോക്കിയിട്ട് ഒരു ഇത്ര പെർസെൻറ്റേജ് ആകുമ്പോൾ അത് കൊടുത്ത് ഒഴിവാക്കാനും വീണ്ടും വാങ്ങാനൊന്നും നമുക്ക് സമയമില്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ കുറച്ച് നല്ല ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കമ്പനിയെക്കുറിച്ച് പഠിച്ച് അതിൽ വിശ്വസിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, കുറേ നാളത്തേക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ബിസി ആയിട്ടുള്ള ആളുകൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ബിസിനസ് പ്രൊഫഷണലുള്ള ആളുകൾക്ക് അതിൻ്റെ പിറകെ ഫുൾ ടൈമിൻ്റെ കൂടെ ഇരിക്കാൻ നമുക്ക് സമയമില്ല. എന്നാൽ നമ്മുടെ ഇതിൽ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, നമുക്കതിന് വരുമാനം വരുന്നുണ്ട്, അത് നമുക്ക് കൃത്യമായിട്ട് ഒരു പാസീവ് ഇൻകം എന്ന നിലയ്ക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നല്ല സ്റ്റോക്കുകൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ, നല്ല കമ്പനികൾ പറഞ്ഞു കൊടുത്താൽ, അങ്ങനെയുള്ള കമ്പനികളിൽ നോക്കി അത് ഇൻവെസ്റ്റ് ചെയ്താൽ കുറേ നാളത്തേക്ക് ഹോൾഡ് ചെയ്താൽ തീർച്ചയായിട്ടും അവർക്കും അത് ഗുണം. അപ്പോൾ ഈ കൈൻഡ് ഓഫ് 3 ആളുകൾക്ക് ഈ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അവർക്ക് ഗുണകരമായിരിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി നമ്മൾ തുടങ്ങേണ്ടത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മികച്ച കമ്പനിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ നമ്മൾ മികച്ചൊരു കമ്പനിയെ നോക്കുകയും ആ കമ്പനിയുടെ നിലവിലുള്ള സാഹചര്യം നോക്കുകയും ആ കമ്പനിയുടെ ഫ്യൂച്ചർ നോക്കുകയും ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് നോക്കുകയും ആ മാനേജ്മെൻറ്റ് വിഷൻ നോക്കുകയും അത്തരത്തിലുള്ള നല്ല ഫ്യൂച്ചർ ഉണ്ട് എന്ന് നിങ്ങളുടെ പഠനത്തിൽ മനസ്സിലാക്കിയ കമ്പനികൾ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മികച്ചൊരു കമ്പനിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇത്തരത്തിൽ കണ്ടെത്തുന്ന കമ്പനികൾ ഓടിപ്പോയിട്ട് വാങ്ങാൻ നിൽക്കാതെ അതിനെ വെയിറ്റ് ചെയ്ത് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഫ്ലക്ച്വേഷൻ, അതല്ലെങ്കിൽ മാർക്കറ്റിലെ ഒരു ഡൗൺ ട്രെൻഡിനെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലോങ് ടേം മൈൻഡ് സെറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോങ് ടൈം മൈൻഡ് സെറ്റ് ഇല്ലാത്ത ഒരാൾക്കും ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ക്ഷമ വേണം, ആ കമ്പനിയിൽ വിശ്വാസം വേണം, ആ കമ്പനിയിൽ അടിയുറച്ച് വിശ്വസിക്കണം. അതുപോലെ തന്നെ ആ കമ്പനിയുടെ ഏറ്റവും ബെസ്റ്റ് ടൈമിൽ അത് വാങ്ങണം. അതുപോലെ തന്നെ കമ്പനിയിലും മാർക്കറ്റിലും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിലൊന്നും തളരാതെ, മനസ്സ് പതറാതെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റണം. അപ്പോൾ ലോങ് ടൈം മൈൻഡ് സെറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാം. അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടന്നു വരേണ്ടത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി കൊണ്ടുപോകുന്ന ആളുകൾ ഒരു കാരണവശാലും മാർക്കറ്റിൻ്റെ ക്രാഷിൽ ഒരിക്കലും പാനിക് ആവരുത് എന്നുള്ളതാണ്. ഇപ്പോൾ 2008 അതുപോലെ തന്നെ 2020 ഒക്കെ കൊറോണയുടെയും ഫൈനാൻഷ്യൽ ക്രൈസിസിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഉൾപ്പെടെ മാർക്കറ്റ് ക്രാഷായപ്പോഴും ഈ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി ഉണ്ടായിരുന്ന ആളുകളൊന്നും ഒരിക്കലും കൊടുത്തൊഴിവാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ മാർക്കറ്റിലെ ഏറ്റവും വലിയ ക്രാഷുകളായാലും ചെറിയ ക്രാഷുകളായാലും ഏത് ക്രാഷുകൾ വരുമ്പോൾ പോലും പാനിക്കാവാതെ നമ്മൾ വിശ്വസിച്ച ആ കമ്പനിയിൽ അടിയുറച്ച് വിശ്വസിച്ച് കമ്പനിയുടെ ഗ്രോത്ത്
ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ എപ്പോഴും ശ്രമിക്കുക. മാർക്കറ്റിലെ ക്രാഷുകളെ നമ്മൾ ഒരിക്കലും പാനിക് ആവാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജിയുള്ള ആളുകൾ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും പോയിട്ടൊന്നും നമ്മൾ പ്രൊഫൈൽ റിവ്യൂ ചെയ്യേണ്ടില്ല. 1-2 മാസം കൂടുമ്പോൾ നമ്മൾ നോക്കാം. പ്രത്യേകിച്ച് ക്വാർട്ടർ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ, അതായത് എല്ലാ ക്വാർട്ടർ റിപ്പോർട്ടുകളും നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ അവരുടെ റിപ്പോർട്ടുകളൊന്ന് മോണിറ്റർ ചെയ്യുക. നമ്മുടെ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് എങ്ങോട്ടേക്കാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. അത്തരം കാര്യങ്ങളൊക്കെ നോക്കി പോകാമെന്നല്ലാതെ എല്ലാ ആഴ്ചയും എല്ലാ മാസവും എല്ലാ ദിവസവും ഒന്നും ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ പെർഫോമൻസ് അളന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ പർപ്പസ് തന്നെ 10 വർഷത്തേക്കോ 15 വർഷത്തേക്കൊക്കെയുള്ള ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത് നമ്മൾ മറക്കരുത്. പ്രിയമുള്ളവരെ, ഈ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ പവർഫുള്ളുമാണ്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലോകത്തെ പ്രമുഖരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എക്സ്പെർട്ടുകളെല്ലാം തിരഞ്ഞെടുത്തിട്ടുള്ള ഏറ്റവും മികച്ച ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഈ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക്, അതിലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് തോന്നുന്ന ആളുകൾ, അത്തരത്തിലുള്ള കമ്പനികൾ കണ്ടെത്താൻ പറ്റുന്ന ആളുകൾ, അത്രയും വർഷങ്ങളോളം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി ഗുണകരമാണ് എന്ന് ഞാൻ ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയുടെ ഡീറ്റെയിൽ വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.